നിസ്കാരത്തിൽ നമ്മൾ കരുതുന്നത് പോലെ നമസ്കാരം എന്ന് പറയുന്നത് പടച്ചവന് വേണ്ടിയുള്ളതാണ്. ഞാൻ പടച്ചോന്റെ കാര്യം മാത്രമേ നിസ്കാരത്തിൽ പറയൂ എന്ന് പറഞ്ഞാൽ നിസ്കാരം ശരിയാവൂല. നബി തങ്ങളുടെ പേര് പറയണം, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് പറയണം. ഞാൻ എന്നാൽ അഷ്റഫുൽ ഖൽഖിന്റെ പേര് കൂടി പറയാം, വേറെ ആരുടെ പേര് ഞാൻ നിസ്കാരത്തിൽ പറയില്ല. എന്നാലും നിസ്കാരം സമ്പൂർണ്ണമാവൂല. കാരണം ഇബ്രാഹിം നബിയുടെ പേര് നിസ്കാരത്തിൽ പറയണം. ഇനി ഇബ്രാഹിം നബിയുടെ പേരും കൂടി പറയാം, അങ്ങ് അറ്റം പോയാ വേറെ ആരുടെ പേരും ഞാൻ പറയില്ല. എന്നാ നിന്റെ നിസ്കാരം പൂർണ്ണമായില്ല. നിന്റെ നിസ്കാരം പൂർണ്ണമാകണമെങ്കിൽ നിസ്കാരത്തിന് തൊട്ട് മുമ്പ് നിന്റെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള ഒരാളുമായിട്ട് നീ ഉടക്കുണ്ടാക്കിയില്ലേ, സംസാരിച്ചില്ലേ, അവനും വേണ്ടി ദ്വാരക്കണം നിന്റെ നിസ്കാരത്തിൽ. എങ്കിലും നിന്റെ നിസ്കാരം ശരിയാവൂ. അതെപ്പോഴാ? അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാ അത്വയ്യിബാത്തു ലില്ലാഹ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്സാലിഹീൻ. 5 നേര നിസ്കാര പള്ളികളിൽ നിർവഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട കന്നാടത്തുള്ള മുസ്ലിം ചെറുപ്പക്കാരാ, എന്റെ കാഞ്ഞങ്ങാടുള്ള ഉപ്പാ, പടച്ചവനോട് നീ ചോദിക്കുന്നത് എന്താണെന്നറിയോ? ലോകത്തുള്ള മുഴുവൻ വിശ്വാസികൾക്കും നീ അള്ളാഹുവിനോട്, സാലിഹീങ്ങളായ ദാസന്മാർക്ക് അള്ളാഹുവിനോട് നീ കാരുണ്യത്തെ തേടിയിട്ടാണ് സലാം വീട്ടുന്നത്, അറിയോ? നിസ്കാരം അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. നമ്മൾ പറയുന്ന പടച്ചോനും ഞാനും നമ്മൾ മാത്രമുള്ള കാര്യം അല്ല. അള്ളാന്റെ റസൂലും അതിലുണ്ട്, പോരാ. ഇബ്രാഹിം നബിയുമുണ്ട്, പോരാ. ലോകത്തുള്ള മുഴുവൻ സാലിഹീങ്ങളെ പറ്റിയും നിന്റെ നിസ്കാരത്തിൽ നീ പറയണം. എന്നാലേ നിന്റെ നിസ്കാരമാകുന്നുള്ളൂ. ഇത് നമ്മൾ സാലിഹീങ്ങളായാലുള്ള ഗുണമെന്തെന്നറിയോ? ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളും നമുക്ക് വേണ്ടി ദുആരക്കുകയാ. ഇത്രയും വലിയ ഭാഗ്യം നമുക്ക് അല്ലാഹു തരണമെങ്കിൽ സ്വാലിഹീങ്ങളാകണം.